എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ PJ ജോസഫും ഇബ്രാഹിം കുഞ്ഞും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വകുപ്പുകളിൽ അനാവശ്യമായി കൈകടത്തി രമേശ് സൂപ്പർ CM ചമയുന്നു. ചെന്നിത്തല ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയെ കണ്ടു. പെരിങ്ങോം ഭൂമി കേസിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വീഴ്ച വരുത്തിയതിന് തെളിവ്. കേസിന്റെ രേഖകൾ ചോദിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2 തവണ ഉത്തരവിറക്കിയിട്ടും AG ഓഫീസ് പ്രതികരിച്ചില്ല. കേസിലെ രേഖകൾ ചീഫ് ജസ്റ്റിസ് പരിശോധിക്കും. ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡിന് അരി കിട്ടില്ല. 80 കോടി കുടിശ്ശിക നൽകാതെ ഇനി അരി തരില്ലെന്ന് ആന്ധ്രയിലെ മില്ലുകൾ. പ്രതിഷേധവുമായി മില്ലുടമകൾ കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്തെത്തി. വായ്പയെടുത്ത് വേഗം പ്രശ്നം തീർക്കുമെന്ന് ടോമിൻ തച്ചങ്കരി. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഇടയലേഖനം. തീരദേശ ജനതയെ വെല്ലുവിളിച്ച് പദ്ധതി നടപ്പാക്കാൻ ശ്രമം. നിലവിലെ രീതിയിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല. പുനരധിവാസ പദ്ധതിയിൽ വ്യക്തതയില്ല. JSS ഓഫീസുകൾ രമേശ് ചെന്നിത്തലയുടെ പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുത്താൽ സത്യാഗ്രഹം കിടക്കുമെന്ന് KR ഗൗരിയമ്മ. പാർട്ടി സ്വത്തുവകകൾ CPIM-ൽ ലയിപ്പിക്കുന്നത് നിയമവിരുദ്ധമെന്ന് AN രാജൻ ബാബു വിഭാഗം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മന്ത്രിമാരായ PJ ജോസഫും VK ഇബ്രാഹിം കുഞ്ഞും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വകുപ്പുകളിന്മേലുള്ള തങ്ങളുടെ പരമാധികാരത്തിൽ രമേശ് ചെന്നിത്തല കൈകടത്തിയെന്നാണ് പരാതി. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നിർമ്മാണ അഴിമതിയുടെ പേരിൽ പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർമാരെ ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടിക്കെതിരെയാണ് മന്ത്രിമാർ രംഗത്ത് വന്നത്. രമേശ് ചെന്നിത്തല സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുകയാണെന്ന് 2 മന്ത്രിമാരും മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടു. വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ VK മഹാനുദേവൻ, പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ TK സതീശൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെയാണ് 2 ഘടകകക്ഷി മന്ത്രിമാർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് പരാതി നൽകിയത്. വിജിലൻസ് വകുപ്പിന്റെ ശുപാർശ പ്രകാരം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ 2 ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫയലിൽ ഒപ്പിടുകയുമായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി തങ്ങളുടെ വകുപ്പിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് ജലവിഭവ മന്ത്രി PJ ജോസഫും പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിച്ചു. തങ്ങളുടെ വകുപ്പിലുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള അവകാശം ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെ ലഭിച്ചുവെന്നായിരുന്നു മന്ത്രി PJ ജോസഫ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. വിജിലൻസ് വകുപ്പ് കയ്യിൽ വെച്ച് രമേശ് ചെന്നിത്തല സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും PJ ജോസഫ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും രമേശ് ചെന്നിത്തലയെ നിയന്ത്രിക്കണമെന്നും 2 ഘടകകക്ഷികളും ആവശ്യപ്പെട്ടു. സസ്പെൻഡ് ചെയ്യും മുമ്പ് ഫയൽ തനിക്ക് അയക്കേണ്ടതായിരുന്നുവെന്നും താൻ തീരുമാനമെടുക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2 മന്ത്രിമാരോടും പറഞ്ഞതായാണ് സൂചന. മലപ്പുറം പരപ്പനങ്ങാടി റോഡ് നിർമ്മാണ കരാർ 8 കോടി രൂപയ്ക്ക് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പേരിൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ 2 ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ഫയലിൽ ഒപ്പിട്ട ആഭ്യന്തരമന്ത്രിയുടെ നടപടിയാണ് ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 2 ഘടകകക്ഷി മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി ഉന്നയിക്കുന്ന അതീവ ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ വകുപ്പുകളിൽ രമേശ് ചെന്നിത്തല കൈകടത്തിയെന്നാണ് മന്ത്രിമാരായ PJ ജോസഫിന്റെയും VK ഇബ്രാഹിം കുഞ്ഞിന്റെയും പരാതി. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇനി നിർണായകം. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ആന്റണി രാജു, കേരള കോൺഗ്രസ് M, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന്, അജയ് തറയിൽ, കോൺഗ്രസ് വക്താവ്, കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, മറ്റുള്ളവർ ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ആന്റണി രാജു, അഴിമതിക്കാരാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയ 2 ചീഫ് എഞ്ചിനീയർമാർക്കെതിരെയാണ് നടപടിയെടുത്തത്. അതിൽ എന്തിനാണ് PJ ജോസഫ് ഖേദിക്കുന്നത്? അഭിലാഷ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് സാറോ കേരള കോൺഗ്രസ് പാർട്ടിയോ യാതൊരു വിധമായ പരാതിയും ഉന്നയിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി എടുത്ത നടപടിയിൽ യാതൊരു പ്രതിഷേധവും അറിയിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു പരാതിയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞിട്ടുമില്ല. ഇവിടെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ജലവിഭവ വകുപ്പിലെ ചീഫ് എഞ്ചിനീയറായ ശ്രീ മഹാനുദേവൻ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നടത്തിയ ചില ക്രമക്കേടുകളായി കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നടത്തിയ ചില ക്രമക്കേടുകളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുകയും ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് ശ്രീ മഹാനുദേവൻ ജലവിഭവ വകുപ്പ് സെക്രട്ടറിക്ക് രേഖാമൂലം ഒരു പരാതി നൽകി. ആ പരാതിയിൽ പറയുന്നത് ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ സസ്പെൻഷൻ നടപടി നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. ആ ഫയൽ പ്രോസസ്സ് ചെയ്ത് ജലവിഭവ മന്ത്രി പരിശോധിച്ച് ആ ഫയൽ ഒരു ചീഫ് എഞ്ചിനീയർ, അതായത് ഒരു വകുപ്പ് മേധാവി നൽകിയ പരാതി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് അയക്കുക മാത്രമാണ് ചെയ്തത്. അതൊരു നടപടിക്രമം മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 166 അനുസരിച്ച് ഗവൺമെൻറ് റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസ് ഓഫ് ബിസിനസ്സിലെ
34 അനുച്ഛേദം 3 പറയുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതായത് വകുപ്പ് മേധാവികൾക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉത്തരവുകൾ ഇറക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഫയൽ കണ്ടിട്ട് വേണം അത്തരം ഉത്തരവുകൾ ഇറക്കാൻ. അപ്പോൾ മുഖ്യമന്ത്രി ഫയൽ കാണണമെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരാൻ മുമ്പ് ഫയൽ കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സുഗമമായിട്ടുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയില്ല. ഇവിടെ ജൂലൈ മാസം 21-ാം തീയതി ഇറക്കിയ സസ്പെൻഷൻ ഉത്തരവ് അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിവില്ലാതെ ഇറക്കിയത് കൊണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. കീഴ്വഴക്കമനുസരിച്ചും ചട്ടങ്ങൾ അനുസരിച്ചും പ്രൊസീജിയർ അനുസരിച്ചും ഒരു ഇറഗുലാരിറ്റി ലാപ്സ് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെന്നുണ്ടായി. അത് മന്ത്രിയിൽ നിന്നൊരു ലാപ്സ് ഉണ്ടായെന്ന് ഞങ്ങൾക്ക് ആക്ഷേപമില്ല. അതൊരു ചെറിയ നടപടിക്രമത്തിൽ ഉണ്ടായിട്ടുള്ള പിശകാണ്. അത് പൊതുഭരണ വകുപ്പിലേക്ക് ഫയൽ എത്താത്തത്, മുഖ്യമന്ത്രി കാണാത്തത് ഒക്കെ ആഭ്യന്തരമന്ത്രിയുടെ വീഴ്ചയായി കാണുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഷൈനിങ് നടത്തുകയാണ്. അദ്ദേഹം അഴിമതിക്കാരെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇതാ ശരിയാക്കുന്നു എന്നുള്ള നിലയിൽ ഷൈൻ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇത് ഇത്തരം കാര്യങ്ങൾ പ്രൊസീജിയർ അനുസരിച്ചാണ് ഏതെല്ലാം വകുപ്പുകളിലൂടെയാണ് ഈ ഫയലുകൾ കടന്നു പോകേണ്ടത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അതാത് വകുപ്പ് സെക്രട്ടറിമാർക്കാണ്. ആ സെക്രട്ടറിമാരാണ് ബിസിനസ് റൂൾസ് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ശരി, ശ്രീ അജയ് തറയിൽ, എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള ഒരു ഉദ്ദേശം അവരുടെ ഭാഗത്ത് നിന്നില്ല. പക്ഷേ ഈ വിഷയത്തിലുള്ള അസംതൃപ്തി വളരെ വ്യക്തമാണ് താനും. എന്തുകൊണ്ടാണ് ഇതുപോലെ 2 PWD ചീഫ് എഞ്ചിനീയർമാർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ആവശ്യമായി വന്ന സാഹചര്യം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ബോധ്യപ്പെടുത്താതെ ആഭ്യന്തരമന്ത്രി ഒരു നടപടിയെടുത്തത്? ഇവരുടെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോവിന്റെ ഡയറക്ടർ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന ശുപാർശ ആഭ്യന്തരമന്ത്രി കഴിച്ചു. ആഭ്യന്തരമന്ത്രി അവരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തു. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്, ശ്രീ ആന്റണി രാജു പറയുന്നത് ആളുകൾ പറയുന്നത് അഴിമതിക്കാരായ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറയുന്ന ഫയൽ അഴിമതിക്കാരെ പൂവിട്ട് പൂജിക്കേണ്ടിയിരുന്നു, ഈ അഴിമതിക്കാരുടെ കാല് തൊട്ട് വന്ദിക്കാമായിരുന്നു, ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ട ഓർഡർ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കുറെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാദഗതി. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ഒരു ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു ധൂർത്തിനെ, അഴിമതിയെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ അതിന് ഒരു ലൂപ്പ് ഹോൾസ് നോക്കേണ്ട കാര്യമില്ല. കള്ളന്മാരെയും അഴിമതിക്കാരെയും ശിക്ഷിക്കാൻ ലൂപ്പ് ഹോൾസുകളോ റൂൾസുകളോ ഒന്നും നോക്കാതെ കണ്ണടച്ച് ശിക്ഷിക്കണം. അവരെ കൽത്തുറകിലടക്കാൻ പറ്റിയാൽ കൽത്തുറകിലടക്കണം. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അജയ് തറയിൽ തീർച്ചയായും അഴിമതിക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അതൃപ്തി അറിയിച്ച ഈ 2 മന്ത്രിമാരോട് ഈ ഫയൽ എനിക്ക് റഫർ ചെയ്യേണ്ടതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു വിഷയത്തിൽ അഴിമതിക്കാർക്കെതിരെ നടപടി എടുക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കൂടി നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അറിയിച്ചുകൊണ്ട് ഈ വകുപ്പ് മന്ത്രിമാരോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. 2 ഘടകകക്ഷി മന്ത്രിമാരാണ്, അവരെ സംബന്ധിച്ച് അസ്വാരസ്യം ഉണ്ടാകുമായിരുന്നില്ല. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷേ, ഞാൻ ഈ കാര്യത്തിൽ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. ഇവിടെ ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് പല ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാനും പല ഉദ്യോഗസ്ഥന്മാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനും പല ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അഴിമതി കുറ്റം ചുമത്താനുമൊക്കെ ശ്രമിച്ചപ്പോൾ അതിന്റെ കൺസേൺഡ് വകുപ്പ് ആളുകൾ അവര് എടുത്ത നടപടികളും നിലപാടുകളും എന്താണ് എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം.
എനിക്ക് കുറെയൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഒരു മുൻവിധിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിച്ചാൽ എന്താകും എന്ന് ഞാൻ പറയാൻ കൃത്യമായി ടി.ഒ. സൂരജനെ പൊതുമരാമത്ത് സെക്രട്ടറിയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, അതാണ് രമേശ് ചെന്നിത്തലയുടെ രീതി. കെ.എം. മാണി മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ആരോപണ വിധേയനായ കേസിൽ പോലും ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ, അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല. സ്വതന്ത്രമായി അഴിച്ചുവിട്ടു അന്വേഷണ സംഘത്തെ. അതേപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അങ്ങനെ ഉത്തമ വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന അഴിമതി വിരുദ്ധൻ ആണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം സ്വതന്ത്രമായി നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിലെ കോൺഗ്രസിന്റെ വിശദീകരണം. ശരിയല്ലേ? അഭിലാഷ്, ഇവിടെ നടപടിക്രമം അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ച് ഉത്തരവുകൾ ഇറങ്ങുന്നില്ലെങ്കിൽ ആ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ, അത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ഗുണമായി ഭവിക്കുകയാണ്. അത്തരം ഉത്തരവുകൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ ആ കോടതിയിൽ ഇടപെട്ട് അതിനെ സ്റ്റേ ചെയ്യുന്ന പതിവാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അഴിമതിക്ക് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള ആത്മാർത്ഥതയാണ് കാണിക്കുന്നതെങ്കിൽ നിയമവും നടപടിയും പ്രൊസീജിയറും അനുസരിച്ച് ചെയ്യേണ്ട ബാധ്യത ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനുണ്ട്, ഒരു അധികാരികൾക്കുണ്ട്. അല്ലാതെ അഴിമതിക്കാരെ തുരത്താനായിട്ട് നിയമമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റയടിക്ക് നിയമം നോക്കാതെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരാണ് അഴിമതിക്കാരൊക്കെ കൂട്ടുനിൽക്കുന്ന ആളുകൾ. ഇവിടെ ശ്രീ അജയ് തറയിൽ കാടടച്ച് വെടിവെക്കുന്നത് ശരിയല്ല. ഏത് വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഏത് മന്ത്രി സംരക്ഷിച്ചെന്ന് തുറന്നു പറയുവാനുള്ള ആർജവം അദ്ദേഹം കാണിക്കണം. ഏതായാലും ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ അഴിമതിയുടെ ഫയലുകളിലും ഒരു ദാക്ഷിണ്യവും ഒരു മെല്ലപ്പോക്ക് നയവും ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് സാറ് ഇന്ന് വരെ സ്വീകരിച്ചതായി ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ യു.ഡി.എഫിനോ പരാതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാടടച്ച് വെടിവെക്കാതെ കൃത്യമായി ഏതെങ്കിലും വകുപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് വ്യക്തതയോടെ പറയുവാനുള്ള ആർജവും അദ്ദേഹം വിശദീകരിക്കും. ശ്രീ ആന്റണി രാജു, ഇവിടെ പ്രൊസീജിയറൽ ലാപ്സസ് ആണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രിമാരോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ ഞാൻ ആ ഫയൽ കാണേണ്ടതായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ ഫയൽ വന്നിരുന്നു എങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമായിരുന്നില്ല, അത് ഫ്രീസറിൽ വെക്കുമായിരുന്നു എന്നാണോ? ആഭ്യന്തരമന്ത്രി സ്വമേധയാ നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയിൽ ഈ ഘടകകക്ഷികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ സമ്മർദ്ദം ചെലുത്തി ആ ഫയൽ അങ്ങനെ ഫ്രീസറിൽ വെപ്പിക്കാമായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ലല്ലോ. ഇവിടെ നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചത് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ഒരു ഫയൽ സ്വയമേ ഉണ്ടാക്കി അയച്ചതല്ല. ഇതിൽ ആരോപണ വിധേയനായ അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടിയായ മഹാനുദേവൻ എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയർ ജലവിഭവ സെക്രട്ടറിക്ക് നൽകിയ ഒരു പരാതിയെ അത് പ്രോസസ് ചെയ്ത് അത് മുഖ്യമന്ത്രിക്ക് അയക്കാൻ നടപടിക്രമം അനുസരിച്ച് അയക്കാനുള്ളത് കൊണ്ട് ആ ജലവിഭവ ചീഫ് എഞ്ചിനീയറുടെ പരാതി ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, ഈ മഹാനുദേവന്റെ കാര്യത്തിൽ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഇല്ല. മറിച്ച് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ്. അതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ അജയ് തറയിൽ, ഒന്ന്, ജലവിഭവ വകുപ്പിനെതിരെയാണോ താങ്കളുടെ ആക്ഷേപം അതോ പൊതുമരാമത്ത് വകുപ്പിനെതിരെയോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ആന്റണി രാജുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം. അങ്ങനെ വിജിലൻസിന് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അവരാരായാലും സ്വതന്ത്രമായി അവരെ പിടികൂടാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ട എന്ത് മുന്നനുഭവമാണ് ഉള്ളത്? അതിപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറി ആരോപണ വിധേയമായ സംഭവത്തിലായാൽ പോലും അങ്ങനെ വിജിലൻസിനെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയോ പൂട്ടാൻ എവിടെ എങ്ങനെ ശ്രമം നടന്നു? അല്ല, ഈ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചോ ജലവിഭവ വകുപ്പിനെ കുറിച്ചോ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല, എനിക്ക് യാതൊരു പരാതിയുമില്ല. അവർ വളരെ നന്നായി പ്രവർത്തിക്കുന്ന വകുപ്പാണ്, മന്ത്രിമാരുമാണ്. ഞാൻ അതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞു തന്നെ എന്താ, രണ്ട് അഴിമതിക്കാരെ സാങ്കേതികത പറഞ്ഞ് രക്ഷിക്കണം എന്ന് പറയുന്ന ആ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോവുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഞാൻ ഇടപെടുകയില്ല.
എന്നോട് പാർട്ടിക്കാർ ഇടപെടാൻ ആവശ്യപ്പെടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിലപാട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്വതന്ത്രമായി പറന്നു പോകട്ടെ എന്നാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി, മുന്നണിയുടെ ഐക്യം നിലനിർത്താൻ വേണ്ടി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന തത്തയെ ഒരു സ്വർണത്തിന്റെ കൂട് പണിത് അതിലടച്ചുപൂട്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഒരു തൂണിൽ കെട്ടിത്തൂക്കിയാൽ എല്ലാവർക്കും സമാധാനമാകുമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ശ്രീ ആന്റണി രാജു, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിന് ശ്രീ ആന്റണി രാജു അങ്ങനെ വിജിലൻസിനെ ഒരു തത്തയെ പോലെ സ്വതന്ത്രമാക്കി പറന്നുവിടാൻ അനുവദിച്ചിരിക്കുകയാണോ ഇപ്പോൾ രമേശ് ചെന്നിത്തല? അങ്ങനെ പറന്നു പോകുന്ന ആ തത്തയുടെ ചിറക് കെട്ടാനാണോ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ വിദണ്ഡവാദങ്ങളല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ആഭ്യന്തര വകുപ്പ് 21-ാം തീയതി ഫയൽ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരാഴ്ച മുമ്പേ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിൽ ഉത്തരവ് നടപ്പാകുമായിരുന്നു, ആ ഉദ്യോഗസ്ഥൻ പുറത്തു പോകുമായിരുന്നു. പക്ഷേ ആ നടപടിക്രമം നടത്താതെ പോയതുകൊണ്ട് ഇതിപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണകരമായിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, പി ജെ ജോസഫ് സാറിൻ്റെ വകുപ്പിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ ശുപാർശകൾ അടങ്ങുന്ന ഫയലുകൾ ഒരു ദിവസം പോലും വൈകാതെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത്. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. സുനിൽകുമാർ, ഇവിടെ 2 ചീഫ് എഞ്ചിനീയർമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ ആഭ്യന്തര വകുപ്പ് ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ നീങ്ങുകയാണ് എന്ന ആക്ഷേപം ആ വകുപ്പുകൾ അല്ലെങ്കിൽ ആ മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഇതിൽ കാണുന്നത്? അല്ല, ഇത് ഈ കേരളത്തിലെ UDF ഗവൺമെന്റ് കാലത്ത് എന്തും നടക്കും. കാരണം നെൽവയർ തണ്ണീർത്തട നിയമം ഭേദഗതി ചെയ്യുന്ന ഭേദഗതി മണി ബില്ലിലൂടെ അവതരിപ്പിച്ച മാന്യന്മാരാണ് ഇവർ. ഇവർക്ക് വകുപ്പുകളെ സംബന്ധിച്ച് വകുപ്പുകൾ തമ്മിൽ എൻക്രോച്ച്മെന്റ് നടത്തുക എന്ന് പറയുന്നൊന്നും പുതിയ കാര്യമല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പായി വിജിലൻസ് എൻക്വയറി നടത്തിയിട്ട് ആ എൻക്വയറി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് മദർ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പ് നേരിട്ട് മന്ത്രിമാരെ പോലും അറിയിക്കാതെ റെയ്ഡ് നടത്തിയതിനെ പറ്റി പരാതി ഉണ്ടാകാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് വിജിലൻസ് എൻക്വയറി നടത്തുന്ന പല കാര്യങ്ങളിലും അതായത് വകുപ്പുകൾ സമ്മർദ്ദമായ അടിസ്ഥാനത്തിൽ അവിടെ വകുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ചിലപ്പോൾ വകുപ്പ് മന്ത്രിമാരെ വകുപ്പിനെ അഭിപ്രായത്തെ മുകളിലേക്ക് എടുക്കാതെ പോകുന്നതായിരിക്കും ഒരുപക്ഷെ. അങ്ങനെയാണ് സംശയിക്കുന്നത്. തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. MC മൈൻ ഹാജി, മുസ്ലിം ലീഗ് നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ മൈൻ ഹാജി, PWD വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ CK സതീശൻ അഴിമതിക്കാരനാണ് എന്ന് വിജിലൻസിനാൽ കണ്ടെപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവിറക്കിയത്. അതിലെന്തുകൊണ്ടാണ് PWD വകുപ്പ് മന്ത്രി പരാതിപ്പെടുന്നത്? ഹലോ, ആരാ പറഞ്ഞു നിങ്ങളോട് PWD വകുപ്പ് മന്ത്രി പരാതി പറഞ്ഞു? അദ്ദേഹത്തിന് പരാതിയില്ല. ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഈ ചീഫ് എഞ്ചിനീയർ HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഒക്കെ ഇദ്ദേഹത്തിനുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് മുഖ്യമന്ത്രി കാണാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള അതും വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കാണണം എന്നത് നിർബന്ധമാണ്, എന്ത് നടപടിയാണെങ്കിലും. അങ്ങനെ ഇല്ലാതെ ആഭ്യന്തര സെക്രട്ടറി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്ന വിവരം ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. അതൊരു പരാതിയാണെന്ന് ആരാ പറഞ്ഞ്? മുഖ്യമന്ത്രിയോടും പ്രത്യേക പരാതി, ആഭ്യന്തര വകുപ്പിനെതിരെ പരാതിയല്ല പറഞ്ഞു. ആഭ്യന്തര മന്ത്രിയോട് പറഞ്ഞ കാര്യം ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്റർ
മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തിലുള്ള സംസാരങ്ങളൊക്കെ മന്ത്രിമാർ തമ്മിൽ സംസാരിക്കില്ല. അതൊരു പരാതിയായിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ച് അതിനൊരു ചർച്ചയൊക്കെ നടത്തിയാൽ ഇപ്പൊ എന്ത് പറയാനപ്പോ അതിനെപ്പറ്റി? അല്ല, കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എടുക്കുന്ന നടപടികൾ, അക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ഇവയൊന്നും ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെടേണ്ടവയല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ വിശ്വാസം. അങ്ങനെയല്ല, ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് എന്തെങ്കിലും തരത്തിൽ ക്യാബിനറ്റിലോ മുഖ്യമന്ത്രിയിലോ സഹപ്രവർത്തകരിലോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ആണ് ഇദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പരാതി മുസ്ലിം ലീഗ് പാർട്ടിയോടാ പറയാം. മുസ്ലിം ലീഗ് പാർട്ടിയോട് അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ട് അദ്ദേഹം പരാതിയായ അവിടെ പറയാൻ പാടുള്ളൂ. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടു, അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല. പരാതി അദ്ദേഹം ഇക്കാര്യത്ത് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ എഞ്ചിനീയർ അദ്ദേഹം കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ഒരു ഡയറക്ടർ മാത്രമാണ്. പലതരത്തിലും ഗവൺമെന്റ് ഡയറക്ടേഴ്സ് പല ബോഡിയിലും, എല്ലാ ബോഡിയിലും ഗവൺമെന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സിനുള്ള ഒരു കൂട്ടുത്തരവാദിത്തം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അഴിമതിക്കാരനാണ് എന്നൊന്നും പറഞ്ഞ് അങ്ങ് പ്രഖ്യാപിച്ച് ശരിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അഴിമതിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച് ശരിപ്പെടുത്തുന്നതിന്റെ പ്രശ്നമല്ല. വിജിലൻസിന് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ അഴിമതി കണ്ടെത്തി, അതിന്റെ ഭാഗമായി നടപടിയെടുത്തു. നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിന് മുന്നിൽ വ്യക്തിപരമായി ബാക്കിയാണല്ലോ. ഞാൻ ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ശ്രീ മൈൻ ഹാജി, പരാതി അല്ല എങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയൽ വന്നിട്ടില്ല, വകുപ്പിന്റെ തലവന്റെ വകുപ്പിന്റെ അധ്യക്ഷന്റെ, വകുപ്പ് ഭരിക്കുന്ന ആളുടെ മുന്നിൽ ഫയൽ വന്നിട്ടില്ല എന്നുള്ളതിൽ അതൃപ്തിയാണോ ഉള്ളത്? അല്ല, അത് വന്നിട്ടില്ല എന്ന സാങ്കേതികത്വം ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചു എന്ന കാര്യത്തിൽ അതൊരു പരാതിയായി വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് സ്വാഭാവിക നടപടി മാത്രമാണ്. സ്വാഭാവികമായി ഇങ്ങനെ ആഭ്യന്തര വകുപ്പിലെ ഒരു വിവരമാണെങ്കിലും വേറെ ഏതെങ്കിലും വകുപ്പിലെ വിവരമാണെങ്കിലും ആഭ്യന്തരമന്ത്രി കണ്ടിട്ടില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി മസ്റ്റായിട്ട് കാണേണ്ടതാണെങ്കിൽ അങ്ങനെ ഒരു സാങ്കേതികത്വത്തിലുണ്ട് എന്ന വിവരം ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ആഭ്യന്തരമന്ത്രി ഇത് കണ്ട് ഉത്തരവിറക്കിയല്ലോ. ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി നീങ്ങുകയാണോ? അല്ലല്ല, ആഭ്യന്തരമന്ത്രി അങ്ങനെ ഏകപക്ഷീയമായി നീങ്ങുന്നു എന്ന അഭിപ്രായം ഞങ്ങളെ മന്ത്രിക്ക് എന്ന് പറഞ്ഞത് തെറ്റായ പ്രചാരണമാണ്. അങ്ങനെ ഒരു പരാതിയൊന്നും ഞങ്ങളെ മന്ത്രി പറഞ്ഞിട്ടില്ല. അല്ല, ഇതിൽ പൊതുവെ PWD വകുപ്പുമായി ബന്ധപ്പെട്ട് മുൻപ് ടിഒ സൂരജുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആണെങ്കിലും ഇപ്പോൾ ഈ വിഷയമാണ് എങ്കിലും ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ, വിജിലൻസ് അന്വേഷണം നടക്കുന്ന വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പൊതുമരാമത്ത് വകുപ്പിനെ വിശ്വാസത്തിൽ എടുക്കാതെയുള്ള നീക്കങ്ങളുണ്ടോ? തുറന്നു പറയൂ. അങ്ങനെ ഒന്നുമില്ല. ടിഒ സൂരജിന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിനോട് അല്ലെങ്കിൽ പത്രപ്രവർത്തകരോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു പരാതിയും PWD വകുപ്പ് പറഞ്ഞിട്ടില്ലല്ലോ, മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് വരെ പരാതിയില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അതിന്റെ ഡിസ്കഷനിലൊക്കെ ഒരുപാട് തവണ പങ്കെടുത്തതല്ലേ. ഞാൻ ആ കാര്യങ്ങളൊക്കെ അപ്പപ്പോ വ്യക്തമാക്കിയതാ. എന്നിട്ടും നിങ്ങളിങ്ങനെ പശു ചത്താലും മോരിന്റെ പുളി തീരില്ല എന്നുള്ള നിലയ്ക്ക് ലീഗ് അങ്ങനെ പരാതി, ലീഗ് അഴിമതി എന്നൊക്കെ ആക്കി കണക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള നിങ്ങളെ കഴിഞ്ഞ 4 കൊല്ലത്തെ പരാജയപ്പെട്ട പരിശ്രമം അല്ല, ഇവിടെ 2 എഞ്ചിനീയർമാർ, ശ്രീ മൈൻ ഹാജി, VK മഹാനുദേവൻ, CK സതീശൻ എന്നീ 2 എഞ്ചിനീയർമാരുടെ സസ്പെൻഷന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തുവെങ്കിലും സാങ്കേതികമായി അത് നടപ്പായിട്ടില്ല. അത് നടപ്പാകാൻ ഇനി എന്താണ് വേണ്ടത്? ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുന്നിൽ ഈ ഫയൽ എത്തണം, മുഖ്യമന്ത്രിയുടെ കൺകറൻസ് വേണം. എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇല്ല, മുഖ്യമന്ത്രി കാണേണ്ടതുണ്ട് ആ ഫയല്. അതിന്റെ രീതി അങ്ങനെ ഭരണപരമായ ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും കാണേണ്ടതുണ്ട്. അത് കണ്ടാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമായിരിക്കും. എനിക്കറിയില്ലല്ലോ, ഞാൻ അതിന്റെ ഭാഗമല്ലല്ലോ. അതല്ലാതെ, അതായത് ഈ സാങ്കേതികത്വം മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ള സാങ്കേതികത്വം മാറ്റിവെച്ചാൽ, ഇനി മുഖ്യമന്ത്രി നാളെ കണ്ടു എന്നിരിക്കട്ടെ, ഇതൊരു അഴിമതി കേസാണല്ലോ, അതിനപ്പുറമുള്ള തടസ്സങ്ങളൊന്നും ഇത് നടപ്പാക്കാൻ ഉണ്ടാവുകയില്ല. എന്ത് കേസാണെങ്കിലും മുഖ്യമന്ത്രിക്കൊന്ന് ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു പോരേണ്ട കാര്യമില്ലല്ലോ. കാര്യമല്ലല്ലോ ഉള്ളത്. മുഖ്യമന്ത്രി ഭരണഘടനാപരമായി ഗവൺമെന്റ് തലവനാണല്ലോ. മുഖ്യമന്ത്രിക്ക് ചില അധികാരങ്ങൾ, പവറുകൾ ഉണ്ടല്ലോ. അതുപ്രകാരം മുഖ്യമന്ത്രി എന്ത് ചെയ്യും എന്നുള്ളത് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടതല്ലേ? എല്ലാ അധ്യായം ചെയ്തു കഴിഞ്ഞ ശേഷം ഫയൽ നോക്കേണ്ടതല്ലേ? എനിക്കങ്ങനെ പറയാൻ സാധിക്കും? ശരി, അക്കാര്യത്തിൽ എന്തായാലും രാഷ്ട്രീയമായ ഡിമാൻഡുകളൊന്നുമില്ല ലീഗിനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയമായ ഡിമാൻഡും ഇല്ല. ശരി, വ്യക്തമാണ്. ശ്രീ അജയ് തറയിൽ, ഇത് ഈ പറയുന്ന നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ട ബാധ്യത ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പാലിച്ചിരുന്നുവെങ്കിൽ ആ ഉത്തരവ് ഇപ്പോൾ നടപ്പാക്കുന്ന ഘട്ടത്തിൽ എത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഇനി തിരുത്തേണ്ടത് ആഭ്യന്തര വകുപ്പല്ലേ?
അല്ല, അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചകളാണ്. ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ സസ്പെൻഡ് ചെയ്യണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഫയൽ വന്നു. അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം ഒരു അഴിമതിക്കെതിരെ ഒരു നിലപാടെടുക്കണം എന്നതിന്റെ പേരിൽ, അല്ലാതെ ആ ഫയൽ രമേശ് ചെന്നിത്തല മടക്കിയിരുന്നു എങ്കിൽ ഇതിൽ കൂടുതൽ വിവാദം, വിജിലൻസ് സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ സസ്പെൻഷൻ ചെയ്യാതെ രമേശ് ചെന്നിത്തല സംരക്ഷിച്ചു എന്ന് നിങ്ങൾ തന്നെ വാർത്തകൾ പ്രചരിക്കുമായിരുന്നു. അഭിലാഷേ, വേറൊന്നും ഞാൻ പറയണ്ട. ഇവിടെ അഴിമതിക്കാരുടെ കാര്യത്തിൽ നമുക്ക് ഒരു കീഴ്വഴക്കങ്ങളോ ഒരു ലൂപ്പ് ഹോൾസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 2 ഉദ്യോഗസ്ഥന്മാരെ ഈ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഫയലിന്റെ വഴിയൊക്കെ മാറൂലേ? അപ്പോൾ അവരപ്പോ സസ്പെൻഷൻ പോകില്ലേ? ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു ന്യായവും ആർക്കും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നു, അഴിമതിക്കാർക്കെതിരെയുള്ള നടപടിയെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുക്തകണ്ഠം പ്രശംസിച്ച് ഗവൺമെന്റിന് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് എപ്പോഴും നല്ലത്. സാങ്കേതികത്വം പറഞ്ഞ്, കീഴ്വഴക്കങ്ങൾ പറഞ്ഞ്, അതിന്റെ റൂൾസ് പറഞ്ഞ്, അതിന്റെ വകുപ്പുകൾ പറഞ്ഞ്, അതിന്റെ ഉപവകുപ്പുകൾ പറഞ്ഞ് അഴിമതിക്കാരെ നമ്മൾ സംരക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ ശരിയായില്ല എന്നോ ജനങ്ങൾക്കൊരു ഫീലിംഗ് കൊടുക്കേണ്ട പോലും ആവശ്യമില്ല എന്ന പക്ഷത്താണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. വ്യക്തമാണ് ശ്രീ ആന്റണി രാജു. സാങ്കേതികത്വം പറഞ്ഞ്, നടപടിക്രമങ്ങൾ പറഞ്ഞ് അഴിമതിക്കാർക്കെതിരെയുള്ള നടപടി ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്തരുത്. അഴിമതിക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം സാധ്യമായ അടുത്ത മണിക്കൂറിൽ തന്നെ നടപടിയെടുക്കണം. ആ കാര്യം ആഭ്യന്തരമന്ത്രി ഇവിടെ ചെയ്തു എന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് അഴിമതിക്കാരെ നടപടി എടുക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് അഴിമതി എന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണപരമായി കോടതിയിൽ വരുമ്പോൾ അവർക്ക് ഗുണകരമായി തീരുവത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പ്രൊസീജിയർ അനുസരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി സസ്പെൻഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഫയല് കൺസേൺഡ് മന്ത്രിമാർക്ക് അയക്കുകയും അവർ ആ ഫയൽ നിരാകരിക്കുകയും ചെയ്തെങ്കിൽ ഈ അജയ് തറയിൽ പറയുന്നതിനകത്തൊരു സത്യമുണ്ട്. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും അറിയേണ്ട ഫയല് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ, അദ്ദേഹം KPCCയുടെ നേതാവാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രി, കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി അറിയേണ്ട ഫയല് അദ്ദേഹം കാണേണ്ടതല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഭരണക്രമത്തിൽ ചില നടപടിക്രമങ്ങളുണ്ട്. മുഖ്യമന്ത്രി കാണേണ്ട ഫയല് മുഖ്യമന്ത്രി കാണാതെ ഒരു ഉത്തരവിറങ്ങിയാൽ അത് നടപടിക്രമത്തിലെ പിശകായാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പോയാൽ അത് ആ ഉദ്യോഗസ്ഥന്മാർ ഗുണകരമായി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഫയലൊന്നും ഞങ്ങളുടെ മന്ത്രി ഈ ഫയലിലൊന്നും അങ്ങനെ എതിരെ ഉത്തരവിട്ടിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഈ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യത്തിൽ, അഴിമതിക്ക് നടപടിയെടുക്കുന്ന കാര്യത്തിൽ മറ്റു മന്ത്രിമാർക്കും ഉത്തരവാദിത്വമുണ്ട്. അവർക്കും അതിനുള്ള ധാർമ്മികമായ നിലപാടുണ്ട് എന്ന് ഉള്ള വിശ്വാസം, പരസ്പര വിശ്വാസം എല്ലാ മന്ത്രിമാർക്കും ഉണ്ടാകുന്നതാണ് ഒരു മുന്നണി ഭരണ സംവിധാനം സുഗമമായി പോകുന്നതിന് നല്ലത്. അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രി മാത്രം അഴിമതിക്കെതിരെ പോരാടുന്നു, ബാക്കിയുള്ളവർ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നു എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഒരു ചർച്ച വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഒരു ഭരണത്തിന് ഗുണകരമല്ല. അല്ല ശ്രീ അജയ് തറയിൽ, അത് ശരിയല്ലേ? ഒറ്റയ്ക്ക് പ്രതിച്ഛായ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്, പരസ്പര വിശ്വാസം വേണ്ടതുമാണ്. അതിനപ്പുറത്ത് ഒരാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് എന്തിന് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. മുഖ്യമന്ത്രിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോലും ഫയൽ എത്താതെ ഞാൻ ആദ്യം ഇതാ അഴിമതി വിരുദ്ധൻ എന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണ്? അഭിലാഷേ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കുറെ ആളുകൾ കുറെ കാലമായി അദ്ദേഹം വിജിലൻസിനെ തുറന്നു വിട്ടതുകൊണ്ട് അദ്ദേഹത്തെ മോശക്കാരനാക്കാനും അദ്ദേഹത്തിനെതിരെ വിചാരണ ചെയ്യാനും ഒക്കെ കുറെ ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, അഴിമതിക്കെതിരെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്റെ വകുപ്പിനെ ഉപയോഗിച്ച് ഏതറ്റം വരെ പോകാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ടാകും. അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ രമേശ് ചെന്നിത്തലയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അദ്ദേഹത്തെ കോർണർ ചെയ്യാനോ ശ്രമിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ
ക്ഷമിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ വ്യക്തമാക്കാനുള്ളത്. വളരെ വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, അതിനോടുള്ള മറുപടി എന്താണ്? രമേശ് ചെന്നിത്തലയെ കോർണർ ചെയ്യാൻ നോക്കേണ്ട, അത് നടക്കില്ല. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസ്സുകാരനാണ്. ബഹുമാനപ്പെട്ട അഭിലാഷ് ചോദിച്ച പോലെ ആഭ്യന്തര ഉപമന്ത്രി മാത്രമല്ല കോൺഗ്രസ് നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസ്സുകാരൻ. അപ്പോൾ ഈ ഫയല് മുഖ്യമന്ത്രിക്ക് പോയിരുന്നെങ്കിൽ അദ്ദേഹം അഴിമതിക്ക് കൂട്ടി നിൽക്കുമെന്നാണോ ശ്രീ അജയ് തറയിൽ പറയുന്നത്? ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആഭ്യന്തര ഉപമന്ത്രി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ഫയല് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ആ ഉദ്യോഗസ്ഥന്മാർ ആ കസേര വിട്ട് മാറുമായിരുന്നു. പക്ഷേ 21-ാം തീയതി ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ആ സസ്പെൻഷൻ ഉത്തരവ് ഇന്നും നടപ്പിലാകാതെ പോയെങ്കിൽ അതിനുള്ള കാരണക്കാര് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊസീജിയർ ലാപ്സ് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ഓഗസ്റ്റ് 1-ാം തീയതിയും ഈ രണ്ട് ചീഫ് എഞ്ചിനീയർമാരും ആ കസേരയിൽ തന്നെ ഇരിക്കാൻ ഇടയാക്കിയത്. പ്രൊസീജിയർ തെറ്റിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് കൊണ്ട് മാത്രമാണ്. രമേശ് ചെന്നിത്തലയോളം അഴിമതി വിരുദ്ധനല്ല മുഖ്യമന്ത്രി എന്നാണോ ഈ പറഞ്ഞത്? അത് അവിടെ തടയപ്പെടുമായിരുന്നു എന്നാണോ? അല്ല, ആ സസ്പെൻഷൻ നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ. അതൊന്നും കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസിനും ഒരു കാര്യമല്ല. ആ സസ്പെൻഷൻ നൂലാമാലകൾ പിടിച്ചുകൊണ്ട് ആ സസ്പെൻഷൻ നടപ്പാക്കാതിരിക്കാൻ ആരും ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർ അഴിമതിക്കാരാണ് എന്ന് സത്യമാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, അതാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗം കൈക്കൊള്ളുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാട്. എന്തായാലും ഈ വിഷയത്തിലുള്ള അതൃപ്തി രണ്ട് വകുപ്പ് മന്ത്രിമാർ, രണ്ട് പ്രമുഖ ഘടകകക്ഷികളുടെ കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വകുപ്പ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവവികാസം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അജയ് തറയിൽ, ശ്രീ ആന്റണി രാജു, ശ്രീ MC മായിൻ ഹാജി, ശ്രീ VS സുനിൽകുമാർ.